मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ബ്രോ നല്ല ഹോണാണല്ലോ. എവിടേക്ക് പോയാലും ജോർദാറാണ് വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ബ്രോ പണ്ടത്തെ കാലത്ത് പാൽക്കാരന്മാരൊക്കെ അടിക്കുന്ന ഹോൺ പോലെയല്ലേ ഇത് കേൾക്കാൻ? അതെ, ഇപ്പോഴൊക്കെ ആന്റിക് പീസ് ആണ് ഫാഷൻ ട്രെൻഡ്. അതെ, പിങ്കിയാണ് ഇത് ഗിഫ്റ്റ് ആയി തന്നത്. ജനറേഷൻസ് മാറുന്നു സുഹൃത്തുക്കളെ. ഇപ്പോഴൊക്കെ ചവറിനെ പോലും മാറ്റിക് എന്നാണ് പറയുന്നത്. പിങ്കിയുടെ ഗിഫ്റ്റിന് ചവറെന്ന് പറയുന്നു. നീ ഈ സ്കൂട്ടറിൽ ഇനി ഇരിക്കണ്ട, പറന്നു വന്നാൽ മതി. ഞാൻ പറയുന്ന കേക്ക് ജോർദാർ. എന്റെ ഹോൺ വീടിനകത്ത് ആരാ ഹോൺ അടിക്കുന്നേ? അല്ല, എന്റെ ഹോൺ കാണുന്നില്ല. ആ ഹോൺ പിങ്കി എനിക്ക് ഗിഫ്റ്റ് ആയി തന്നതാ. എനിക്ക് ഹോൺ തിരിച്ചു വേണം. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു കഥക് അടച്ചു കഴിഞ്ഞാ മുകളിലുള്ളവർ 4 കഥകുകൾ തുറക്കും. കഥക് തുറന്നു തന്നെയാ കിടന്നത്. ഹോൺ കാണാതെ പോയി. അതാണ് പറഞ്ഞത്. മൊബൈൽ എടുക്കൂ, നൈറ്റിലെ CCTV ചെക്ക് ചെയ്യൂ. ആരോ വേഷം മാറി വന്ന് മോട്ടിച്ചിരിക്ക. അല്ല, ഈ ക്യാമറ എങ്ങനെ ഓഫ് ആയത്? ഞാനാണ് ഓഫ് ചെയ്തത്. നമ്മൾ ഉറങ്ങുമ്പോ ക്യാമറ ഓൺ ചെയ്തിട്ട് എന്ത് കാണാനാ? ശരി വിട്, ആരാ മോഷ്ടിച്ചത് നമുക്ക് മനസ്സിലായല്ലോ. എന്റെ വീട് എവിടെയാ? എന്റെ വീട് എവിടെയാ ഉള്ളത്? എവിടെയുണ്ട്? വരൂ വരൂ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കള്ളൻ എവിടെ പോയി? അവനായിരിക്കും എന്റെ വീട് അടിച്ചു മാറ്റിയത്. നീയാ കള്ളൻ? നോ 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 നോ. സോപ്പിട്ട് കുളിച്ചാലും കാക്ക കിളിയാവത്തില്ല. ജിന്നിന്റെ ഡ്രസ് ഇട്ട് കഴിഞ്ഞാ നീ ജിന്നെന്നാണോ വിചാരം? ഞാൻ ശരിക്കും ജിന്നാണ്. ഇതാ കണ്ടു നോക്കൂ. സോറി സോറി സോറി, എന്നെ കൊണ്ട് നേരെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ പവേഴ്സ് റീചാർജ് ആവുന്നില്ല, കാരണം എന്റെ വീട് കാണാതെ പോയി. വീട് എങ്ങനെയാ മോഷ്ടിക്കാൻ പറ്റുന്നേ? അതായത് എന്റെ വിളക്ക് കാണാതെ പോയി. ശരിക്കും പറ, വീടാണോ കാണാതെ പോയത്, അല്ല വിളക്കോ? എടാ മണ്ട, ജിന്നിന്റെ വീട് വിളക്ക് തന്നെയാ. നീയാണ് എന്റെ ഹോൺ മോട്ടിച്ചിരിക്കുന്നത്. ജനങ്ങളെ, എന്റെ സുഹൃത്തുക്കളെ, എന്നെ വിശ്വസിക്ക്. ജിന്നുകൾ ഒരിക്കലും മോഷ്ടിക്കത്തില്ല. പറഞ്ഞത് ശരിയാണ്. ഹോർണ് മോഷ്ടിച്ച് പറക്കുന്ന പർവ്വതനിൽ മുള്ളു വെക്കോ? ഞാൻ എന്റെ വിളക്കാ തേടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങളുടെ സ്കൂട്ടറിന്റെ അടുത്ത് ഞാൻ ഒരുത്തരെ കണ്ടിരുന്നു. അതാരാണെന്ന് എങ്ങനെയാ കണ്ടുപിടിക്ക? ഈ മണ്ടന CCTV ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്ക. പക്ഷെ എന്റെ CCTV ഓണിലാണല്ലോ ഉള്ളത്. അതാരാന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര ബ്ലറാണല്ലോ. എന്നോട് ക്ഷമിക്കണം ഫ്രണ്ട്സ്, ഐ എം റിയലി സോറി. എന്റെ പവേഴ്സ് റീചാർജ് ആയിട്ടില്ല, കാരണം ചാർജർ വിളക്കിനകത്താ ഉള്ളത്. വരൂ, ഇവന്റെ വിളക്ക് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം ചാർജ് കയറ്റി ആരാ മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിക്കാം. എന്ത് ലവബിളും സ്വീറ്റ് ആയിട്ടും ഉള്ളത്. നിങ്ങളുടെ സാധനം കാണാതെ പോയപ്പോഴും എന്റെ സാധനം കണ്ടുപിടിക്കാനല്ലേ നടക്കുന്നത്. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ മേഡം പറയാറുണ്ട്. സൂപ്പർ എന്റെ സുഹൃത്തെ, നീയും സൂപ്പറാ, നിന്റെ മാഡവും സൂപ്പറാ. അവര് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാ. നിങ്ങളാണ് ആ മറ്റവർ. നീ സ്നേഹമുള്ളവനാ, നല്ലവനാ, അടിപൊളിയാ. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഉപകാരമില്ല. ഇത്രയും വലിയ നാട്ടില് എവിടെ പോയി അന്വേഷിക്കാനാ? നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്റെ GPS സിസ്റ്റം വെച്ച് തന്നെ ആ കള്ളൻ എവിടെയാന്ന് ഞാൻ ട്രാക്ക് ചെയ്ത് തരാം. കം ഓൺ ടീം, എന്നെ ഫോളോ ചെയ്യ.
വരൂ. എന്താ ഇത്? ഞങ്ങളെ കള്ളന്റെ അടുത്ത് കൂട്ടിപ്പോവാൻ മറന്നിട്ട് അവൻ അവിടെ പായ വിരിച്ചോണ്ടിരിക്കുന്നു. എടാ മണ്ട, അത് പറക്കുന്ന മന്ത്രപ്പായ. വാ, അത് കേറി ഇരിക്ക്. ട്രെയിനിനെക്കാളും മോശമായിട്ടാണ് ഈ പർവ്വതാനി കുലുങ്ങുന്നേ. അത് എന്റെ പവേഴ്സ് അത്ര ചാർജ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ഇത്രയ്ക്ക് പാടായിട്ടുള്ളത്. കുറച്ച് കൺട്രോൾ ചെയ്യും ബ്രോ. നിങ്ങളുടെ ഈ ഡ്രൈവിംഗില് ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പോകും. പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആകാൻ 3 മാസം ആകും. അങ്ങോട്ട് നോക്ക് ജിന്ന്. ശരി. രക്ഷിക്കൂ, ഞാൻ താഴെ വീഴാൻ പോന്നു. രക്ഷിക്കൂ. നീ ഒരു പക്ഷിയാ, നിനക്ക് പറക്കാൻ കഴിയും. ആ, അയ്യോ, പേടിയില് ഞാനൊക്കെ മറന്നു. നമ്മൾ ഏകദേശം അടുത്ത് കഴിഞ്ഞു. എന്നോട് ക്ഷമിക്കണം, ഐ എം സോറി. പവർ റീചാർജ് ആയില്ലോ, അതുകൊണ്ട് ലാൻഡിംഗ് തെറ്റായി പോയി. നീ തെറ്റായിട്ട് ലാൻഡിംഗ് ചെയ്തത് കൊണ്ട് ഞങ്ങൾ ഈ ലോകം വിട്ട് ടേക്ക് ഓഫ് ആയിരിക്കാൻ വഴിയുണ്ടായിരുന്നു. നീ ഇത് ഞങ്ങൾ എവിടെയാ കൊണ്ടുവന്നിട്ടത്? എവിടെ കള്ളനെ കാണാനില്ലല്ലോ. കള്ളൻ ആ ജിമ്മിലാ ഉള്ളത്. അപ്പൊ നീ അകത്തേക്കല്ലേ വിളിച്ചോണ്ട് പോകേണ്ടത്? ഹലോ ജനങ്ങളെ, സുഹൃത്തുക്കളെ, ഞാനാണ് ജിന്ന്, നിങ്ങളല്ല. ചെവരിനകത്തുനിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റും? പിന്നെ ജനങ്ങളെ, സുഹൃത്തുക്കളെ, എന്റെ കൂടെ ഒന്ന് പതുക്കെ വരൂ. അവിടെ നോക്ക്, അവനായിരിക്കും ഹോൺ കട്ടത്. പിടിക്കേ. പിടിച്ചു കാണിക്ക്. എന്റെ സാൽസ കാണണോ നിങ്ങൾക്ക്? ഞാനാണ് പറക്കുന്ന മനുഷ്യൻ. മോട്ടിക്കുന്നത് എന്റെ ഹോബിയാ, പറക്കുന്നത് എന്റെ സ്പെഷ്യാലിറ്റിയാ. ഇവൻ കള്ളനാണോ അതല്ല വല്ല റബ്ബറോ? അതെ, നീ എലാസ്റ്റിക് ഒന്നും അല്ലല്ലോ, പ്ലാസ്റ്റിക്കും അല്ലല്ലോ, നാസ്റ്റിയും അല്ലല്ലോ. അതെ, ഇവനൊരു കള്ളനാണ്. എടാ, ഇവനൊരു ജിംനാസ്റ്റിക് എക്സ്പേർട്ടാ. ഇവനെ നമ്മുടെ വഴി വേണം പിടിക്കാൻ. നിക്കടാ അവിടെ. ജിന്നെ, സഹായിക്കൂ. ഇപ്പൊ പറ, എന്റെ ഹോൺ എവിടെയാ വെച്ചിരിക്കുന്നത്? കല്ലു കബാഡിക്ക് ഞാൻ കഴിഞ്ഞു. പഴയ സാമാനങ്ങൾ മേടിക്കുന്ന. ഏത് കല്ലു? ആ പുതിയ മാർക്കറ്റ്കാരനാണോ? അതെ, പക്ഷെ അവൻ മേടിച്ച സാധനങ്ങൾ തിരിച്ചു തരാറില്ല. അവൻ വളരെ മോശപ്പെട്ടവനാ. ആ ഹോൺ പിങ്കി ഗിഫ്റ്റ് ചെയ്തതാ. ആ കല്ലുവിനെ ഞാൻ ശരിയാക്കും. വരൂ. കല്ലു കബാഡി വാങ്ങും, എല്ലാ പഴയ സാധനങ്ങളും വാങ്ങും. ആ കള്ളൻ ചന്തുവിന്റെ കയ്യിൽ നിന്ന് എന്റെ ഹോൺ മേടിച്ചല്ലേ? ഏത് കള്ളൻ ചന്തു? ഞാനിവിടെ മോഷണ സാധനങ്ങളൊന്നും വാങ്ങാറില്ല. നിന്റെ അടുത്ത് സാരിയില്ലല്ലോ, ഒട്ടും താടിയുമില്ല, അതുകൊണ്ട് നീ കബഡി പ്ലെയറും അല്ല. അത് ഞാൻ തന്നെയാ. അല്ല, നീ ഒരു കുറ്റവാളിയാ. ഒന്ന് ആലോചിച്ചൊക്കെ, ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. ഞങ്ങള് പോലീസിനെ വിളിക്കും, പോലീസ് ഇവിടെ എത്തും, നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകും, നിന്നെയും പിടിക്കും. ഇവനാ കല്ലു കബാഡി. ഇവനാ മോട്ടിച്ച സാധനങ്ങൾ മേടിക്കുന്നത്. ഇവനെ പിടിച്ചോണ്ട് പോയി ജയിലിലിടും സാർ. പൈസ തന്നാലും വിടരുത് സാർ. ബണ്ണി, നീ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ഇവൻ പേടിക്കാതെ ചിരിച്ചോണ്ട് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് നമുക്ക് ചെയ്യാം. നമുക്ക് പോലീസിനെ വിളിക്കാം. നിങ്ങൾ ജീവനോടുണ്ടെങ്കിലല്ലേ പോലീസിനെ വിളിക്കൂ. കല്ലു കബാഡി, പഴയ സാധനങ്ങൾ വാങ്ങുന്നവൻ. ഈ ഗണ്ണും അങ്ങനെ വാങ്ങിയതാ. വർക്കിംഗ് ആണ്. ഇവ മാത്രം എന്നെ വെടിവെച്ച് വീഴ്ത്തി കഴിഞ്ഞാ ജിന്നുകൾക്കെല്ലാം അവമാനവും. ബാക്കിയുള്ള ബാറ്ററി വെച്ച് എന്ത് ചെയ്യാൻ നോക്കട്ടെ.
സോറി കബാഡി. കല്ലു കബാഡി, നിന്റെ മുടി മാത്രല്ല നിന്റെ മീശ പോലും ഞാൻ വിടില്ല. ഹോൺ എവിടെയാണെന്ന് പറ. എന്നെ അടിക്കല്ലേ, ഞാൻ ഹോൺ തിരിച്ചു തന്നേക്കാം. ഞാൻ തിരിച്ചു തരാം, എന്നെ അടിക്കല്ലേ. നോക്കിയേ, വിളക്ക് ഇവിടെയുണ്ട്. ഇത് വ്യാജമാണ്. ഇതിൽ നിന്ന് ജിന്ന് പുറത്തു വരുന്നില്ല. എടാ കഴുതേ, ജിന്ന് പുറത്തു വന്ന് നമ്മുടെ കൂടെയാണ് ഇരിക്കുന്നേ. ആ? അടിപൊളി. ഓ എന്ത് സന്തോഷമായിട്ടുണ്ട്. എന്റെ വീട്, എന്റെ വീട്, എന്റെ വീട്. ആഹാ, എന്റെ വീടാ, എന്റെ വീട് തന്നെയത്. ആ വിളക്ക് എടുത്തോണ്ട് പോയിക്കോ, പക്ഷെ എന്നെ അടിക്കരുത്. ഞങ്ങളുടെ സാധനം ഞങ്ങൾ കൊണ്ടുപോകാൻ പോവാ. ഈ വൃത്തിയുടെ പണി നിർത്തിക്കോ, അല്ലെങ്കിൽ പോലീസിന് പിടിച്ചു കൊടുക്കും ഞങ്ങള്. നമ്മൾ ചെയ്യുന്ന സഹായത്തിന് എന്തായാലും ഒരു പ്രതിഫലം ഉണ്ടാകും. നീ ഞങ്ങളെ സഹായിച്ചു, നിനക്ക് വേണ്ടിയ വിളക്ക് നിനക്ക് കിട്ടിയിരിക്കുന്നു. ഇത് നീ സൂക്ഷിച്ചു വെക്കണം. ഒപ്പം നല്ലോണം ചാർജ് കയറ്റിയും വെക്കണം. ഇല്ലെങ്കിൽ വീണ്ടും നീ ആരുടെയെങ്കിലും മേലെ പോയി വീഴും. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.